ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചുരക്കയും ചെറുപയറും കൊണ്ടുള്ളൊരു തോരനാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ചുരക്കയുടെ പകുതി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്, കൂടെ ഒരു സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഉണക്കമുളക്, കുറച്ച് കറിവേപ്പില ഇത്രയും എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ചെറുപയർ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി ചേർത്ത് നമുക്ക് തോരൻ ഉണ്ടാക്കാം. ആദ്യം തന്നെ ഇതിൽ ചേർക്കാനായിട്ട് അരപ്പായിട്ട് എടുത്തിട്ടുള്ളത് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, ഒരല്പം ജീരകം എടുത്തിട്ടുണ്ട്, പിന്നെ 3-4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് ചതച്ചെടുക്കണം. അപ്പോൾ തോരൻ വെക്കാനായിട്ട് ഞാൻ ചട്ടി വെച്ച് അതിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരട്ടെ. ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം ഇനി ഇതിലേക്ക് കറിവേപ്പിലയും ഉണക്കമുളകും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുരക്ക ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നന്നായി ഇളക്കിയ ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് മീഡിയം തീയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇടയ്ക്കൊന്ന് അടപ്പ് തുറന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിന് നമ്മുടെ ചുരക്കയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുപയർ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് അല്പനേരവും കൂടി ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. അതിനു മുമ്പ് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിക്കാം. വീണ്ടും അടപ്പ് മാറ്റി നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. പുതുതായിട്ടെങ്കിലും ആരെങ്കിലും കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇത് നമ്മൾ കപ്പയ്ക്കൊക്കെ ഇട്ട് തോരൻ വെക്കത്തില്ലേ പയറിൻ്റെ കൂടെ, അതേപോലെ തന്നെയാണ് ഇതും ചുരക്കയും പയറും കൂടി ഇട്ട് തോരൻ വെച്ച് നോക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് സ്നേഹവും നന്ദി അറിയിക്കുന്നുണ്ട്. നിങ്ങളിതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം.